അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 9:13. അതിന് അനന്യാസ്, കർത്താവേയും ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ആർക്കും പ്രയോജനമില്ലാത്ത ചില ജീവിതങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ആർക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കുടുംബത്തിനില്ല, സമൂഹത്തിനില്ല, സഭയ്ക്കില്ല, വ്യക്തിബന്ധങ്ങൾക്കില്ല, സഹോദര്യങ്ങൾക്കില്ല, സുഹൃത്തുക്കൾ, ആർക്കും പ്രയോജനമില്ലാത്ത ചില ജീവിതങ്ങൾ. ഏകദേശം ഒരു മാസത്തിന് മുന്നേ ഉള്ള ഒരു പത്രമാധ്യമം വായിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു വാർത്തയും അത്തരത്തിൽ തന്നെയാണ്. സഹോദരനുൾപ്പെടെ പ്രിയപ്പെട്ടവരെല്ലാം കൊലപാതകം ചെയ്യപ്പെടുമ്പോഴും ആ വ്യക്തി മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടു എന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ആർക്കും ഉപകാരവും പ്രയോജനമില്ലാതെ ഉപദ്രവിക്കപ്പെടുന്ന ചില ജീവിതങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ നോക്കിയിട്ട് കർത്താവായ ക്രിസ്തു പറയുന്ന ഒരു തിരുവചന വേദഭാഗമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യജമാനൻ ദാസന്മാരെ വിളിച്ചിട്ട് തൻ്റെ സമ്പാദ്യത്തിൻ്റെ ചിലതൊക്കെ എടുത്ത് 3 പേർക്ക് കൊടുത്തിട്ട് പോകപ്പെടുമ്പോഴും അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വേദഭാഗം. 1-ാമത്തെ ദാസനെ വിളിച്ചിട്ട് ആ ദാസന് 5 താലന്ത് കൊടുക്കുന്നുണ്ട്. 2-ാമത്തേവനെ വിളിച്ച് 2 കൊടുക്കുന്നുണ്ട്. 3-ാമത്തിനെ വിളിച്ചിട്ട് 1 കൊടുക്കുന്നു. 3 പേരിലും ആരാണ് യഥാർത്ഥത്തിൽ പ്രയോജനമുള്ളവനായി എന്ന് ചോദിക്കുമ്പോഴും ആരാണ് ഉപകാരമില്ലാത്തവനാണെന്ന് ചോദിക്കുമ്പോഴും ആ ഉപമ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 2 പേരും ഉപകാരമുള്ളവരായും അവസാനത്തവൻ ആർക്കും പ്രയോജനമില്ലാത്തവന് ഉപകാരമില്ലാത്തവനായും മാറുന്നുണ്ട്. 5 താലന്ത് കിട്ടിയവൻ മുൻപിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യജമാനെ 5 നീ എനിക്ക് തന്നത്. ഞാൻ കഴിഞ്ഞ നാളുകൾ കൊണ്ട് ഒരു 5 കൂടെ ഞാൻ അധ്വാനിച്ച് നേടിയെടുത്തു. 2 കിട്ടിയവനും വന്ന് പറയുന്നുണ്ട്, യജമാനെ നീ 2 തന്നത്. ഞാൻ അധ്വാനിച്ച് 2നെ 4 തീർത്തു, ഇരട്ടിയാക്കി തീർത്തു. 1-ാമത്തവൻ വന്ന് പറയുന്നുണ്ട്, 1 താലന്ത് കിട്ടിയവനും വന്ന് പറയുന്നുണ്ട്, യജമാനെ നീ നീതിയില്ലാത്തവനാണ്, നീ ദോഷം പ്രവർത്തിക്കുന്നവനാണ്, നീ എന്നെ പക്ഷാഭേദത്തോടുകൂടെ പ്രവർത്തിക്കുന്നവനാണ്. നീ എനിക്ക് 1 തന്നത്, മറ്റുള്ളവർക്ക് 5ഉം 2 കൊടുത്തു. നിനക്കുള്ളതെല്ലാം ഇതാ എടുത്തുകൊള്ളുക, ഞാനത് കുഴിച്ചിട്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ മടങ്ങിപ്പോകുവാനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരാണ് യജമാനന് പ്രയോജനമുള്ളവനായി തീർന്നത്? ഇവിടെ ആരാണ് സമൂഹത്തിന് പ്രയോജനമുള്ളവനായി തീർന്നത്? ഇവിടെ ആരാണ് അവനവന് പ്രയോജനമുള്ളവനായി തീർന്നത്? നമുക്കറിയാം, 2 പേരും അവനവന് പ്രയോജനമുള്ളവനായും സമൂഹത്തിന് പ്രയോജനമുള്ളവനായും യജമാന് പ്രയോജനമുള്ളവനായും മാറുകയാണ്. കിട്ടുന്നത് 5 കൂടെ അധ്വാനിച്ച് നേടിയെടുത്ത് അതിനെ യജമാൻ്റെ കൈക്കിലേക്ക് മടക്കി കൊടുക്കുവാനുള്ള വാഞ്ച, ആഗ്രഹം അവനുണ്ടാകുകയാണ്. അതാണ് യജമാന് പ്രയോജനമുള്ളവനായിട്ട് 5 കിട്ടിയവൻ മാറുന്നത്. 2 കിട്ടിയവൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അവന് 2 കൂടുതൽ നേടിയെടുത്തിട്ട് അത് യജമാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. യജമാനെ ഞാൻ 2 കൂടെ നേടി, ഞാനതിങ്ങനെ കുഴിച്ചിട്ടില്ല, ഞാൻ പ്രയോജനമില്ലാതാക്കി മാറ്റിവെച്ചില്ല, ഞാനതിനെ പ്രയോജനപ്പെടുത്തി, ഞാൻ വേല ചെയ്തു, ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തു, അതിന് കുറച്ച് കൂടുതൽ ഇങ്ങനെ കൊയ്തെടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു, ഞാനിതാ അത് നിൻ്റെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. 1 കിട്ടിയവനൊക്കെ ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക്, ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. അവൻ ഉപകാരമില്ലാത്തവനായിട്ട് മാത്രമല്ല, അവൻ ഉപദ്രവിക്കുന്നവനായിട്ട് മാറുകയാണ്. അവനെങ്ങനെയാണെന്ന് പറഞ്ഞ് നീ കൊള്ളരുതാത്തവനാണ്. അവന് വാക്ക് പറയുന്ന ഉപദ്രവത്തിൻ്റെ വാക്കാണ്. യജമാനൻ കൊടുത്ത ആ താലന്ത് വാങ്ങി വെച്ചിട്ട് യജമാനൻ കൊടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഭക്ഷിച്ചിട്ടിട്ട് ആ യജമാൻ്റെ മുഖത്ത് നോക്കി
അവൻ വളരെ പരിഹാസത്തോടു കൂടെ നീ പ്രയോജനമില്ലാത്തവനാണ്, നീ ഉപദ്രവിക്കുന്നവനാണ്, നീ കൊള്ളരുതാത്തവനാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെയോ ഈ ഉപദ്രവത്തിൻ്റെ വാക്കുകൾ നമ്മിൽ നിന്നൊക്കെ വന്നു പോയിട്ടില്ലേ? മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാതെ ഉപദ്രവത്തിൻ്റെ അനുഭവങ്ങളോടുകൂടെ മാറുന്ന ചില വ്യക്തിത്വങ്ങളായിട്ട് നാം തീർന്നു പോയിട്ടില്ലേ? ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു ആത്മപരിശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ആഹാബ് എന്ന രാജാവാണ്. ഈ ആഹാബ് രാജാവ് തൻ്റെ പ്രജയെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. നാബോത്ത് എന്ന് പറയപ്പെടുന്ന തൻ്റെ സമൂഹത്തിലെ തൻ്റെതായ പ്രജയെ ഉപദ്രവിക്കുന്നത് നമുക്ക് ഇവിടെ വായിച്ചെടുക്കുവാനായിട്ട് സാധ്യമാകും. അവിടെ അടുത്തവൻ്റെ സമ്പത്ത് സ്വന്തമാക്കുവാനായിട്ട്, അടുത്തവൻ്റെ ഭൗതികത നേടിയെടുക്കുവാനുള്ള ഒരു ഉപദ്രവത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറുകയാണ്. അവൻ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നില്ല. കാരണം തൻ്റെ പിതൃപാരമ്പര്യമായി തനിക്ക് കിട്ടിയ സമ്പത്ത് വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്ഥിതി അവനില്ല എന്നാണ്. തൻ്റെ അപ്പന് തൻ്റെ പാരമ്പര്യവും തൻ്റെ പിതൃപാരമ്പര്യവും ഒക്കെ തനിക്ക് അവകാശമായി നൽകിയത് അത് ഉപേക്ഷിക്കുവാനായിട്ട് മനസ്സില്ല. ഒരുപക്ഷെ ഈ നാബോത്തിൻ്റെ ഉപജീവനമാർഗത്തിൻ്റെ വലിയൊരു പങ്ക് ഈ ചീരത്തോട്ടമായിരിക്കാം, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടമായിരിക്കാം. അപ്പോൾ ആ മുന്തിരിത്തോട്ടമൊക്കെ എടുത്തിട്ട് അതിനെ ചീരത്തോട്ടമാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കാതെ നിൽക്കുന്ന ആ നാബോത്തിൻ്റെ മുൻപാകെ ആഹാബ് രാജാവ് ഉപകാരി ഉള്ളവനായിട്ടല്ല മാറുന്നത്, ഉപദ്രവിക്കുന്നവനായിട്ടാണ് മാറുന്നത്. ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് മാറുന്നത്. അവനെ കൊല്ലുകയാണ്. അവനെ കൊന്ന് അവൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണം. പിന്നത്തെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് നാബോത്തിൻ്റെ രക്തം എവിടെയാണോ വീഴുന്നത് അവിടെ വെച്ച് ആഹാബിൻ്റെ രക്തം വീഴുമെന്നും ആ രക്തം നായ്ക്കൾ നശിക്കുമെന്നും അവൻ കുളിക്കപ്പെടുന്ന തോട്ടിൽ അല്ലെങ്കിൽ കുളത്തിൽ വേശ്യകൾ കുളിക്കപ്പെടുമെന്നൊക്കെ വായിച്ച് കേൾക്കപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. അവിടെ ഉപകാരം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നതിന് പകരം പ്രവർത്തികൾ കൊണ്ട് ഉപദ്രവിക്കുന്ന ആ രാജാവിൻ്റെ പിന്നത്തേതിലുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇരട്ടി തള്ളിക്കളയപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇവിടെയും ഏകദേശം അത്തരത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ആ യജമാനൻ മറ്റു ദാസന്മാരെ വിളിച്ചിട്ട് ഈ ദാസനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനായിട്ടാണ് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരട്ടിലേക്ക് തള്ളിക്കളയും എന്നതാണ്. കൊള്ളരുതാത്ത ദാസൻ, ആ കൊടുക്കുന്ന പദം അങ്ങനെയാണ്, ഒരു പ്രയോജനമില്ലാത്തവനാണ്. അപ്പോൾ അവന് കൊടുക്കുന്ന ശിക്ഷ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഇരുട്ടിൽ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലേക്ക് അവനെ ഒന്ന് തള്ളിക്കളയും എന്നാണ് ഇവിടെ നൽകുന്ന വിധി, ന്യായവിധി. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കൊക്കെ കർത്താവ് താലന്ത് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ താലന്തല്ല, വ്യത്യസ്തമായ താലന്തുകളാണ്, വ്യത്യസ്തമായ കഴിവുകളാണ്. അപ്പോൾ അത് ചിലർക്ക് വലുതായിരിക്കാം, ചിലർ കുറവായിരിക്കാം. വ്യത്യസ്തമാകുന്ന താലന്തുകൾ വലിപ്പമോ ചെറുപ്പമോ ഇല്ലാതെ വണ്ണം എനിക്ക് കർത്താവ് നൽകുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട്, അത് എന്നിൽ കുഴിച്ചിടാതെ. പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, എനിക്കെന്ത് കിട്ടി എന്നാണ് ചോദിക്കുന്നത്, എനിക്കെന്ത് ദൈവം തന്നു എന്നാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ താലന്തുകളെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിയണം. താലന്തുകൾ കണ്ടെത്തുക മാത്രമല്ല, അത് എനിക്ക് അല്ല പ്രയോജനമാക്കേണ്ടത്, അത് മറ്റുള്ളവർക്ക് ഒന്ന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയണം. മറ്റുള്ളവർക്ക് ആ താലന്ത് ഒരിക്കലും ഉപദ്രവമായി തീരരുത് എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം നാം ഇവിടെ വായിച്ചു കേട്ടു. അവിടെ ശൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഉപദ്രവകാരിയായിട്ടാണ് മാറുന്നത്. അവൻ എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. യെരൂശലേമിൽ ഉണ്ടാകുന്ന എല്ലാ ക്രിസ്തു ശിഷ്യന്മാരെയും കൊല്ലുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്, ഉപദ്രവിക്കുകയാണ്. അവനെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ഭയമാണ്. അനന്യാസ് തന്നെ പറയുന്ന യെരൂശലേമിലെ എല്ലാ വിശുദ്ധന്മാരെയും, എല്ലാ പ്രവാചകന്മാരെയും, എല്ലാ പുരോഹിതന്മാരെയും, ക്രിസ്തു ശിഷ്യന്മാരൊക്കെ കൊല്ലുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്. അവനെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. എനിക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാൻ പോലെ ഭയമെന്നാണ് അനന്യാസ് പറയുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ പോകാം, അവനെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക, അവൻ എൻ്റെ വചനം ചുമക്കുവാനുള്ളൊരു പാത്രമായി ഞാൻ അവനെ തീർക്കുന്ന. ഈ അനന്യാസ് അവിടെ എത്തുന്നതിന് മുൻപേ ഈ ശൗലിൻ്റെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ശൗലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇരുട്ടിൽ തള്ളിക്കളയുന്ന ഒരു ജീവിതമാണ്. ദമസ്കോസിലേക്കുള്ള യാത്ര അവനെ അപേക്ഷിച്ചിടത്തോളം ആ യാത്രയുടെ ആരംഭമൊക്കെ സന്തോഷത്തിൻ്റെതായിരുന്നു. കാരണം മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഇറങ്ങി തിരിച്ച അധികാരപത്രമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം ഉണ്ടായിരുന്നു.
എന്നാൽ യാത്ര പൂർത്തീകരിക്കാനായിട്ട് കഴിയാതെ അതിൻ്റെ മധ്യഭാഗത്ത് അന്ധകാരത്തിൻ്റെ നടുവിലേക്ക് തള്ളപ്പെടുകയാണ്. അവൻ ഇരുട്ടിൽ വീഴുന്നു പോവുകയാണ്. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്താ കാരണം? ഉപദ്രവകാരിയായി തീർന്നു എന്നതാണ്. ഉപകാരമില്ലാത്തവനായി അവൻ മാറപ്പെട്ടു എന്നതാണ് അതിന് കാരണം. അവന് 3 നാൾ കൊണ്ട് ഒന്നും കാണുവാനായിട്ട് കഴിയാതെ വണ്ണം വേദനിക്കപ്പെടുന്നൊരവസ്ഥയിൽ അവനാവുകയാണ്. പ്രിയമുള്ളവരെ, ഉപദ്രവിക്കുകയല്ല, പ്രയോജനമുള്ളവരായിട്ട് നമുക്കൊന്ന് തീരാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് പ്രയോജനം, എന്തുപകാരമാണ് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുക? ഞാൻ ഉപദ്രവിക്കുന്നവനാണോ? ഞാൻ ഉപകാരം ചെയ്യുന്നവൻ ആണോ? വചനം വ്യക്തമായി പറയുന്നുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നവൻ, ഉപകാരം ചെയ്യാത്തവൻ്റെ ജീവിതം അന്ധകാരത്തിൽ തള്ളിക്കളയപ്പെടുന്ന ഒരു ജീവിതമായി മാറും എന്ന് വ്യക്തമായി പറയുകയാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടെ കർത്താവ് ഈ വേദഭാഗത്ത് പറയുകയാണ്. ഉപകാരമുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഉപകാരമുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് യജമാൻ നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തെ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കി തീർക്കും. അപ്പോൾ ഈ 1 താലന്ത് കിട്ടുന്ന ഈ 5 താലന്ത് കൂടെ നേടിയവനായിട്ടാണ് അധികത്തെ വിചാരകനായി തീർക്കുകയാണ്. 2 താലന്ത് കിട്ടിയവൻ അത് പ്രയോജനപ്പെടുത്തിയപ്പോഴും അത് ഉപദ്രവിക്കാതെ, അതിന് അനാവശേഷമാക്കാതെ, കുഴിച്ചിടാതെ പ്രയോജനപ്പെടുത്തിയപ്പോഴും, ഉപകാരപ്പെടുത്തിയപ്പോഴും അവനെക്കുറിച്ച് പറയുന്ന നല്ലവന് വിശ്വസ്തനായ ദാസനെ എന്നാണ്. എന്നാൽ ഈ ഒന്നും ഒരു ഉപകാരവുമില്ലാതെ, ഒരു പ്രയോജനമില്ലാതെ ഉപദ്രവിക്കപ്പെടുന്ന മനോഭാവത്തോടു കൂടെ നിൽക്കുന്നവനെ നോക്കിയിട്ട് പറയുന്നത് അന്ധകാരത്തിൽ തള്ളിക്കളയുക എന്നാണ്. അവന് വധശിക്ഷ കൊടുക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, ഉപദ്രവിക്കുന്നവനാണോ ഉപകാരം ചെയ്യുന്നവൻ ആണോ? ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മോട് ചോദിക്കാം. ഒരുപക്ഷെ നോമ്പ് കാലഘട്ടത്തിലായിരിക്കും പലരും ഈ പരസ്പരമൊക്കെ ഉപദ്രവിക്കപ്പെടുന്നൊരവസ്ഥ. കാരണം പൈശാചിത്യം കൂടുതൽ കടന്നു വരുന്നത് ഈ നോമ്പ് കാലഘട്ടത്തിലാണ്. എത്രത്തോളം ഉപവസിക്കും, എത്രത്തോളം പ്രാർത്ഥിക്കും, എത്രത്തോളം വചനം വായിക്കും, അത്രത്തോളം ഈ ഉപദ്രവം എന്നിലേക്ക് ഏറി വരുന്നതാണ്. കാരണം പൈശാചി ശക്തി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കാറില്ല, ദൈവമായുള്ള ബന്ധത്തിൽ എത്തിച്ചേർന്ന് ആഗ്രഹിക്കാറില്ല. പൈശാചി ശക്തിക്ക് എന്നെ തകർക്കുക എന്നാണ് ഇഷ്ടം. അപ്പോൾ തകർക്കുവാനായിട്ട് കണ്ടെത്തുന്നത് ഈ ഉപദ്രവമാണ്. അപ്പോൾ ഉപദ്രവിക്കുകയല്ല, ഉപകാരപ്പെടുവാനായിട്ട്, പ്രയോജനപ്പെടുവാനായിട്ടുള്ള ജീവിതങ്ങളാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് മാറ്റിവരിക്കാം. ആത്മപരിശോധന ചെയ്ത് ആദ്യം പറഞ്ഞതുപോലെ തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഉപകാരത്തിൻ്റെ തിരുത്തലുകൾ, പ്രയോജനത്തിൻ്റെ തിരുത്തലുകൾ, മറ്റുള്ളവരെ ചേർത്ത് പഠിക്കുന്ന തിരുത്തലുകൾ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ നോമ്പിൻ്റെ അനുഗ്രഹമാവുന്ന തലങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. മറ്റുള്ളവർക്ക് ദൈവം നൽകിയതിനെ ഓർത്ത് വിഷാദിക്കുകയല്ല, മറ്റുള്ളവർ കൊടുത്ത കഴിവുകളെയും താലന്തിനെയും ഓർത്ത് പരിഹസിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ എന്നതല്ല. മറ്റുള്ളവർക്ക് കിട്ടിയത് അവർക്കുള്ളതാണ്, നിനക്ക് കിട്ടിയതും എനിക്ക് കിട്ടിയതും അതെനിക്കുള്ളതാണ്, ഞാൻ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന മനോഭാവത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.